ന്യൂ ബിഗിനേഴ്സിൽ ആഡ്സ് വരുന്നവരുടെ പ്രത്യേകം ശ്രദ്ധയ്ക്ക്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. യൂട്യൂബിന്റെ മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഏർണിങ്സ് ലഭിക്കുന്നത് ഇതുവരെ യൂട്യൂബിന് 40%, അതുപോലെ നമുക്ക് 60% എന്ന നിരക്കിലാണ്. അപ്പോൾ മെയ് 15 കഴിഞ്ഞ് 5% ഇൻക്രീസ് ചെയ്യുമെന്നാണ് ഇപ്പൊ കിട്ടിയൊരു ന്യൂസ്. എന്താണ് ഈ അപ്ഡേറ്റ്സ് എന്ന് ന്യൂ ബിഗിനേഴ്സ് ആയവരും ചാനൽ മോണിറ്റൈസേഷൻ ആകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരും മോണിറ്റൈസേഷൻ ആയവരും ഏർണിങ്സ് കിട്ടുന്നവരും എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനം വരെ കാണുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനകരമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ. അറിയാവുന്ന കാര്യമാണ്, ഇപ്പൊ എല്ലാവരും യൂട്യൂബിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ എന്ന ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഉൾപ്പെടെ എല്ലാവർക്കും വരുമാനം ലഭിക്കുന്നത്. അതാണ് ബേസിക്കലി അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത്. പ്രൊമോഷൻസിൽ നിന്നൊക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിലും ഏറ്റവും ജെന്യൂൻ ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുമാനം കയറുന്ന ഒരു പ്രോസസ്സാണ് ഈ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന പരിപാടി. യൂട്യൂബിൽ നിന്ന് പേയ്മെന്റ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അത്രയ്ക്ക് എഫേർട്ട് എടുക്കുന്നവർക്കാണ് ഇതിൽ നിന്ന് പേയ്മെന്റ് കിട്ടി തുടങ്ങുന്നത്. ബട്ട് ഈ പ്രൊമോഷൻ ഫീൽഡിലൊക്കെ ഒരു മാസം കിട്ടിയെന്ന് പറയാം, ഒരു മാസം കിട്ടിയില്ലെന്ന് പറയാം. പക്ഷേ യൂട്യൂബിന്റെ കാര്യത്തിൽ ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ വരുമാനം എന്തായാലും കയറും. ബിക്കോസ് യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഏർണിങ്സ് സ്റ്റേബിൾ ആയിരിക്കും. പിന്നെ മോണിറ്റൈസേഷൻ ആയാൽ മാത്രം പോലല്ലോ, പ്രോപ്പർ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ ആഡ്സ് കൂടി വരണ്ടേ. ഈ അഡ്വർടൈസ്മെന്റ് നമുക്ക് തന്നെ നമ്മുടെ വീഡിയോയുടെ പല ഭാഗത്തായിട്ട് കൊടുക്കാൻ സാധിക്കും. മാത്രമല്ല 8 മിനിറ്റ് ദൈർഘ്യമുള്ള അല്ലെങ്കിൽ 8 മിനിറ്റ് കൂടുതലുള്ള വീഡിയോസിന് മൾട്ടിപ്പിൾ ആഡ്സ് കൊടുക്കാനുള്ള സെറ്റിംഗ്സ് യൂട്യൂബ് തന്നിട്ടുണ്ട്. ആഡ്സ് നമുക്ക് 2 രീതിയിൽ കൊടുക്കാൻ പറ്റും. ഒന്ന്, മാനുവൽ ആയിട്ട് നമുക്ക് ആഡ്സ് എവിടെയൊക്കെ വേണം, ആ 8 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ എവിടെയൊക്കെയാണ് നമുക്ക് ആഡ്സ് വേണ്ടത് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേത് ഓട്ടോ ആഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ എനേബിൾ ആക്കി കൊടുത്താലും മതി. അപ്പോൾ യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ വീഡിയോയിൽ അഡ്വർടൈസ്മെന്റ് പ്ലേസ് ചെയ്യും. 2024 യൂട്യൂബ് ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 2025 മോണിറ്റൈസേഷൻ ആകുന്നവർക്ക് കുറച്ചുകൂടി ഇൻകം എക്സ്ട്രാ കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ 5% ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്ന നമ്മുടെ വ്യൂവേഴ്സിന് ശല്യമാകാത്ത രീതിയിൽ യൂട്യൂബ് തന്നെ അഡ്വർടൈസ്മെന്റ് പ്ലേസ് ചെയ്യുമെന്നും കൂടിയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഈ അപ്ഡേഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് 2025 മെയ് 12 ഇപ്പോൾ ഈ അപ്ഡേഷൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വൈറ്റി സ്റ്റുഡിയോ ആയാലും നിങ്ങളുടെ മെയിൻ ചാനലിലായാലും ഈ അപ്ഡേഷൻ വന്നു കാണില്ല. അപ്പോൾ ഈ അപ്ഡേഷൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, യൂട്യൂബ് ഓട്ടോ ആഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ആക്കി കൊടുക്കുമ്പോൾ കുറച്ച് ഫ്യൂച്ചേഴ്സ് കൂടി അവിടെ ആഡ് ആക്കുന്നുണ്ട്. അതായത് ഈ ആഡ്സിന്റെ കൂടെ AI ബേസ്ഡ് റെക്കമെൻഡേഷൻ. ആഡ്സ് ഒക്കെ മാനുവലി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 3-4 ആഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കും. പക്ഷെ അത് നിങ്ങൾക്ക് കറക്റ്റായ രീതിയിൽ എവിടെയൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീരിയലിന്റെ കാര്യം തന്നെ പറയാം. ഒരു സസ്പെൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് തന്നെ പരസ്യം വരുമ്പോൾ അവരെന്താണ് അടുത്തതെന്ന് അറിയാനായിട്ട് അത് ഫുള്ളായിട്ട് കാണും. ആ ഒരു ടൈപ്പിൽ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് സെറ്റ് ചെയ്യാൻ നോക്കുക. ബട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആരും ടെൻഷനൊന്നും ആകണ്ട. ന്യൂ ബിഗിനേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വൈറ്റി സ്റ്റുഡിയോയിൽ അപ്ഡേഷൻ വരും. എവിടെയൊക്കെയാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് സെറ്റ് ചെയ്യേണ്ടതെന്ന് എല്ലാ യൂട്യൂബ് നമുക്ക് റെക്കമെൻഡേഷൻ ത്രൂ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ അത് അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് യൂട്യൂബ് ഓക്കെ ആണെങ്കിൽ ഓഡിയൻസ് ഇന്ററപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. യൂട്യൂബ് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും. അഥവാ നമ്മൾ റോങ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് എവിടെയൊക്കെ സെറ്റ് ചെയ്യണമെന്ന് യൂട്യൂബ് കാണിച്ചു തരും. അതായത് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ വ്യൂവേഴ്സ് തുടർന്ന് നമ്മുടെ വീഡിയോ കാണുന്ന രീതിയിലായിരിക്കും യൂട്യൂബ് സെറ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂ ബിഗിനേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 2025 എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ഇയർ ആയിട്ട് മാറട്ടെ. മാത്രമല്ല എല്ലാവരും ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആർക്കും ടൈമില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല എഫേർട്ട് എടുത്ത് തന്നെ 2025 തന്നെ നിങ്ങൾ വാച്ച് അവർ ഇൻക്രീസ് ചെയ്ത് ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയിട്ട് ഇതുപോലെ ആഡ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ചാനൽ വൈറലാക്കാൻ നോക്കുക. ഇനി ന്യൂ ബിഗിനേഴ്സിൽ ആഡ്സ് വരുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. നിങ്ങളുടെ ചാനലിൽ ആഡ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഇനി തൊട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം 2025 നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകുന്നതോടുകൂടി നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മോണിറ്റൈസേഷൻ ആയവരും ആകാൻ പോകുന്നവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ മോണിറ്റൈസേഷൻ ആകാൻ പോകുന്നവർക്കും മോണിറ്റൈസേഷൻ ആയവർക്കും ഈ വീഡിയോ പ്രയോജനകരമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.